പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നോൻപിൻ്റെയും തിരുനാളുകളുടെയും തിരക്കിലാണെന്നറിയാം. റെയിൻ BNB എന്ന പ്ലാറ്റ്ഫോം ഓരോ മിനിറ്റിലും 5 മുതൽ 10 വരെ വ്യക്തികൾ ഇതിൽ ജോയിൻ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ 7 ലക്ഷം മെമ്പേഴ്സ് കഴിഞ്ഞു ആ റെയിൻ BNBയിൽ. ഇതിൽ ജോയിൻ ചെയ്ത 7 ലക്ഷം മെമ്പേഴ്സിൽ ഏകദേശം 2 ലക്ഷത്തിൽ പരം വ്യക്തികൾ ലക്ഷങ്ങൾ വിഡ്രോൾ ചെയ്യുവാൻ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിൽ 7 ലെവൽ കഴിഞ്ഞ വ്യക്തികളും അവരുടെ താഴെയുള്ള ലൈനുകളുമൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നതിൻ്റെ എല്ലാ വരുമാനങ്ങളും നല്ല വരുമാനങ്ങളാണ് വരുവാൻ തുടങ്ങിയിരിക്കുന്നത്. എന്നാൽ ഇതിൽ 1-2 വ്യക്തികൾ ചില കംപ്ലൈൻറ്റ് പരാതിയും പറഞ്ഞു. ആ പരാതി പറഞ്ഞത് ഇതാണ്: ഒരു വ്യക്തി റെയിൻ BNBയിൽ ജോയിൻ ചെയ്തു, ആ വ്യക്തിയുടെ താഴെ ഒരു ID എടുത്തു, അതിൻ്റെ താഴെ ഒരു ID, അതിൻ്റെ താഴെ ഒരു ID, അങ്ങനെ 7 IDകൾ അതിൻ്റെ താഴോട്ട് എടുത്തു. എന്നിട്ട് അദ്ദേഹം അവകാശപ്പെടുകയാണ് എൻ്റെ 7 ലെവലായി എനിക്ക് വരുമാനം ലഭിച്ചിട്ടില്ല എന്ന്. ഇപ്രകാരം നിങ്ങളൊരു ID ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ താഴെ ഒരു ID അടിച്ചു, അതിൻ്റെ താഴെ ഒരു ID, അതിൻ്റെ താഴെ 1, ഇങ്ങനെ 7 അല്ല 10 ലെവലല്ല 15 ലെവലിൽ പോയാലും നിങ്ങൾക്ക് വരുമാനം ലഭിക്കില്ല. അതല്ല 7 ലെവൽ എന്ന് പറയുന്നത്. നിങ്ങളുടെ 1ാമത്തെ ലെവലിൽ നിങ്ങൾ ഒരു ID അടിച്ചിട്ട് അതിനകത്ത് 2 റെഫറൽ കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ 1ാമത്തെ ലെവലിൽ 2 പേരാകും. ഈ 2 പേരും 2 റെഫറൽ വീതം കൊടുക്കുമ്പോൾ 2ാമത്തെ ലെവലിൽ 4 പേരാകും. ഈ 4 പേരും 2 റെഫറൽ വീതം കൊടുക്കുമ്പോൾ നിങ്ങളുടെ 3ാമത്തെ ലെവലിൽ 8 വ്യക്തികളാകും. ആ 8 IDയിലും ഈ 2 പേര് വീതമാകുമ്പോൾ നിങ്ങളുടെ 4ാമത്തെ ലെവലിൽ 16 ആകും. പിന്നെ 32 ആകും, 64 ആകും, 128 ആകും. ഇങ്ങനെയാണ് 2 ഇൻഡ് മെട്രിക്സിൽ താഴേക്ക് പോകുന്നത്. അതുപോലെ മറ്റൊരു വ്യക്തിയുടെ താഴെ അച്ചീവർ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പ്രോഫിറ്റ് ലഭിച്ചില്ല. കാരണം അദ്ദേഹം അപ്ഗ്രേഡ് ചെയ്യേണ്ട എമൗണ്ട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. അദ്ദേഹം അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. അദ്ദേഹം ഇൻഫ്ലുവൻസറാണ്. അച്ചീവർ ആവാനുള്ള പൈസ അദ്ദേഹത്തിൻ്റെ മൈ വാലറ്റ് ഫണ്ടിൽ കിടപ്പുണ്ട്. പക്ഷേ അദ്ദേഹം അപ്ഗ്രേഡ് ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ 3ാമത്തെ ലെവലിലെ വ്യക്തി അപ്ഗ്രേഡ് ചെയ്തപ്പോൾ, അച്ചീവറായി അപ്ഗ്രേഡ് ചെയ്തപ്പോൾ ഈ വ്യക്തിക്ക് ലഭിക്കേണ്ടുന്ന അച്ചീവറിൻ്റെ വരുമാനം വന്നിട്ടില്ല. കാരണം അദ്ദേഹം അപ്ഗ്രേഡ് ചെയ്തില്ല. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ അനുദിനം അക്കൗണ്ടിൽ നമ്മുടെ നോക്കണം. നമ്മുടെ എമൗണ്ട് മൈ വാലറ്റ് ഫണ്ടിൽ വരുമ്പോൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം. അപ്ഗ്രേഡ് ചെയ്യാതെ 3ാമത്തെ ലെവലിലുള്ള വ്യക്തികൾ അച്ചീവർ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടുന്ന വരുമാനം ലഭിക്കാതെ പോകും. നമ്മൾ ഇൻഫ്ലുവൻസറിലാണെങ്കിൽ നമ്മുടെ 4 ലെവലൊക്കെ കഴിയുമ്പോൾ നമുക്ക് നല്ല എമൗണ്ട് വരും. പക്ഷേ നമ്മളതിൽ അപ്ഗ്രേഡ് ചെയ്യണം. ആട്ടോ അപ്ഗ്രേഡ് അല്ല റെയിൻ BNBയിൽ. അതുപോലെ തന്നെ 4ാമത്തെ ലെവലിലുള്ള ഒരു വ്യക്തി അംബാസഡറായി അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്കത് ലഭിക്കണമെങ്കിൽ നമ്മൾ അംബാസഡർ ആയിരിക്കണം. ഓക്കെ. അതിനടുത്ത് 6ാമത്തെ ലെവലിലെ വ്യക്തികൾ പൈനിയറായി അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ആ എമൗണ്ട് പ്രോഫിറ്റ് നമുക്ക് ലഭിക്കണമെങ്കിൽ അദ്ദേഹം പൈനിയറായി അപ്ഗ്രേഡ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ പൈനിയറായി അപ്ഗ്രേഡ് ചെയ്തിരിക്കണം. നമ്മളിതിൽ വരുന്ന ചെറിയ എമൗണ്ടുകളൊക്കെ വിഡ്രോ ചെയ്തുകൊണ്ടിരുന്നാൽ, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, നിങ്ങൾ 6 ലെവൽ അല്ലെങ്കിൽ 7 ലെവൽ വരെ നിങ്ങൾ വിഡ്രോ ചെയ്യരുത്, അപ്ഗ്രേഡ് ചെയ്യണം. ചില വ്യക്തികൾ $10, $15, $20 വന്നു കഴിയുമ്പോൾ വിഡ്രോ ചെയ്യുകയാണ്. വിഡ്രോ ചെയ്തിട്ട് അതിന് താഴെയുള്ള വ്യക്തികൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് കിട്ടേണ്ട നല്ല എമൗണ്ട് നമുക്ക് നഷ്ടപ്പെടുകയാണ്. കാരണം നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല എങ്കിൽ, നമ്മുടെ ലെവലുകൾ അപ്ഗ്രേഡ് ചെയ്തില്ല എങ്കിൽ, നമ്മുടെ താഴെയുള്ള ലെവലുകൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ആ അപ്ഗ്രേഡ് ബോണസ് നമുക്ക് ലഭിക്കേണ്ടത് ലഭിക്കാതെ പോകും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം, നമ്മുടെ 3ാമത്തെ ലെവലിൽ അച്ചീവർ ആകുമ്പോൾ നമ്മൾ അച്ചീവർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ എമൗണ്ട് കിട്ടുകയുള്ളൂ. 4ാമത്തെ ലെവലിൽ നിന്ന് അംബാസഡറായി അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ആ അപ്ഗ്രേഡ് എമൗണ്ട് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മളും അംബാസഡർ ആയിരിക്കണം. അതിന് താഴെ പൈനിയർ, അങ്ങനെ ഓരോ ലെവലുകളും അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അപ്ഗ്രേഡ് ചെയ്യുന്ന ലെവൽ ബോണസുകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മളും ആ ഗ്രേഡ് അപ്ഗ്രേഡ് ചെയ്തിരിക്കണം. ഇത് ആരും മറക്കാതിരിക്കുക. ഈ കഴിഞ്ഞ മാസങ്ങളായിട്ട് 7 ലക്ഷത്തിൽ പരം വ്യക്തികളാണ് റെയിൻ BNBയിൽ ജോയിൻ ചെയ്തതും അതിൽ 10,000-ങ്ങളും ലക്ഷങ്ങളും കോടികൾ വരെ വിഡ്രോ ചെയ്ത വ്യക്തികളുമൊക്കെ ഇതിലുണ്ട്. ഇത് സഹോദരങ്ങളെ 2 ഇൻഡ് മെട്രിക്സ് പ്ലാനാണ്. ഇതൊരു വർക്കിംഗ് പ്ലാറ്റ്ഫോമാണ്. അനേകം വ്യക്തികളുടെ പരാതികളൊക്കെ കേൾക്കാറുണ്ട്.
കാരണം ഇപ്പോഴും പല വ്യക്തികളും MDFയും ലൈഫ് സ്റ്റൈലുമൊക്കെ അയവിറക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അതിൽ നഷ്ടപ്പെട്ടു. MDF നഷ്ടപ്പെട്ടത് എന്ന് പറയുമ്പോൾ 13 മാസങ്ങൾക്ക് ശേഷമാണ് MDF പൂട്ടിയത്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങളോട് പറയുന്നുണ്ട്, MDF ലൈഫ് സ്റ്റൈൽ പോലുള്ള മറ്റ് പല ഇൻ്റർനെറ്റ് പ്ലാറ്റ്ഫോമിലും നഷ്ടപ്പെട്ട എമൗണ്ടുകൾ മുഴുവൻ RainBnBയിലൂടെ നമുക്ക് വീണ്ടെടുക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ പലർക്കും മനസ്സിലായിട്ടില്ല. ലക്ഷങ്ങൾ നിക്ഷേപിക്കാൻ പറഞ്ഞാൽ അതിൽ പലരും കൊണ്ട് നിക്ഷേപിക്കും. പക്ഷേ ഈ 370 രൂപ കൊണ്ട് നിക്ഷേപിച്ച് നമുക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാമെന്ന് പറയുമ്പോൾ പലരും മടിച്ചു നിൽക്കുകയാണ്. ഇത് ഏതോ വലിയ ലക്ഷങ്ങളും കോടികളും ഡിപ്പോസിറ്റ് ചെയ്യാൻ പറയുന്ന ഒരു അനുഭവമാണ് പലർക്കും. ഈ 370 രൂപ മാത്രം ഡിപ്പോസിറ്റ് ചെയ്യാൻ പറയുമ്പോൾ അത് പലർക്കും ബുദ്ധിമുട്ട്. ഇത് ചെറിയ എമൗണ്ട് അല്ലേ, ചെറിയ എമൗണ്ട് കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? പലരും ലക്ഷങ്ങൾ കൊണ്ടിടാനുള്ള പ്ലാറ്റ്ഫോമുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളാണ് പലതും പൂട്ടിക്കൊണ്ടു പോകുന്നത്. മറ്റുള്ളവരെ കുറ്റം പറയുന്നതിന് മുൻപ് നമ്മൾ സ്വന്തം കാലിൽ നിന്ന് നമുക്ക് നല്ല വരുമാനം കിട്ടുന്ന പ്ലാറ്റ്ഫോം പറഞ്ഞു തരുമ്പോൾ അതിൻ്റെ ഇൻകം പ്ലാനുകൾ, അതിൻ്റെ നമ്മൾ എങ്ങനെയാണ് വർക്കിംഗ് ചെയ്യേണ്ടത് അതെല്ലാം മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം നമുക്ക് RainBnBയിലൂടെ സ്വന്തമാക്കുവാൻ സാധിക്കും. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സഹോദരങ്ങളെ, നമ്മളെ അപ്ഗ്രേഡുകൾ നോക്കുക. നമ്മുടെ ലെവൽ, നമ്മൾ മുകളിൽ ആ ടീം എടുത്ത് നോക്കുക. നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ വലതുവശത്ത് നമ്മുടെ ടീമുണ്ട്. ടീം, ട്രീ, ഇതൊക്കെ നോക്കുക. അത് നോക്കുമ്പോൾ നമ്മുടെ ഓരോ ലെവലുകൾ, അതിൻ്റെ മുകളിൽ 1 2 3 4 ഇങ്ങനെ 15 നമ്പറുകൾ കിടക്കും. അതെല്ലാം ഓരോ ലെവലുകളിൽ എത്ര വ്യക്തികളുണ്ട് എന്ന് നമുക്കറിയാൻ പറ്റും. ഒന്നാമത്തിൽ തൊട്ടാൽ നമ്മൾ 2 പേര് ID അടിച്ചിട്ടുണ്ടെങ്കിൽ 2 പേരുടെ ID നമ്പർ ഉൾപ്പെടെ എല്ലാ ഡീറ്റെയിൽസും അവിടെ കാണുവാൻ സാധിക്കും. ആ മുകളിൽ രണ്ടാമത്തെ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ ലെവലിൽ എത്ര പേരുണ്ട്, അവരുടെ ID നമ്പറും റെഫറൽ IDയും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ ഓരോ ലെവലും മുകളിൽ ആ നമ്പർ ടച്ച് ചെയ്യുമ്പോൾ 7ാമത്തെ നമ്പറിൽ ടച്ച് ചെയ്താൽ 7ാമത്തെ ലെവലിൽ എത്ര പേരുണ്ട്, 7ാമത്തെ ലെവൽ കംപ്ലീറ്റ് ആയോ എന്ന് നമുക്കറിയുവാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ ലെവലും ടച്ച് ചെയ്ത് നോക്കണം. നമ്മുടെ 3ാമത്തെ ലെവലിൽ അച്ചീവർ ആയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ അച്ചീവർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ എമൗണ്ട് കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ അച്ചീവർ ആവുക. പല വ്യക്തികളും ഇതിൽ അപ്ഗ്രേഡ് ചെയ്യാറില്ല. എമൗണ്ട് മൈ വാലറ്റ് ഫണ്ടിൽ കിടപ്പുണ്ട്, പക്ഷേ അവർ അപ്ഗ്രേഡ് ചെയ്യുന്നില്ല എങ്കിൽ അവരുടെ താഴെയുള്ള ലെവലുകൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ആ എമൗണ്ട് നമുക്ക് നഷ്ടപ്പെടും. ഒരു പ്രാവശ്യം നഷ്ടപ്പെട്ടാൽ പിന്നെ ആ വ്യക്തിയിൽ നിന്ന് വരുമാനം നമുക്ക് ലഭിക്കില്ല. പിന്നെ അടുത്ത വ്യക്തിയിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ RainBnB എന്ന പ്ലാറ്റ്ഫോമിൽ ബിസിനസ് ചെയ്യുമ്പോൾ, വരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ നമ്മൾ ഓരോ ലെവലുകളും നോക്കി, ഓരോ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മളെ ഓരോ ലെവലുകളും ഒന്ന് എടുത്ത് നോക്കുക. അതിനകത്ത് താഴെയുള്ള ലെവലുകൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് തന്നെ നമ്മൾ ആ ലെവലുകൾ അപ്ഗ്രേഡ് ചെയ്യണം. നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള എമൗണ്ട് വിഡ്രോ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ മൈ വാലറ്റ് ഫണ്ടിൽ കാണും. അപ്പോൾ നമ്മൾ ഈ 15 ലെവലുകൾ അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഫുൾ ബെനിഫിറ്റ് ലഭിക്കുക. 7ാമത്തെ ലെവൽ കഴിഞ്ഞാൽ നമുക്ക് നല്ല വരുമാനങ്ങളാണ് വരുന്നത്. ഇപ്പോൾ അനേകം വ്യക്തികൾ നല്ല വരുമാനങ്ങൾ വിഡ്രോ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ സാധിക്കുന്നവർ ഓരോ മിനിറ്റിലും ഇതിൽ 5 മുതൽ 10 വ്യക്തികൾ വരെ ജോയിൻ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഓരോ മിനിറ്റിൽ RainBnBയിൽ നമ്പർ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. അപ്പോൾ സൗഹൃദങ്ങളെ, സാധിക്കുന്ന ഏവരും എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നമ്മൾ 2 പേരെ നമ്മുടെ IDയിൽ റെഫർ ചെയ്യുക. നമ്മൾ ഇത്രയുമേ വർക്കിംഗ് ഉള്ളൂ. ഏറ്റവും കുറഞ്ഞ 2 പേരെ ഓരോ IDയിലും റെഫർ ചെയ്തിരിക്കണം. അങ്ങനെ നമുക്ക് 15 ലെവൽ വരെയാണ് ഇതിൻ്റെ ഫുൾ ബെനിഫിറ്റ് ലഭിക്കുന്നത്. ഓക്കെ സഹോദരങ്ങളെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.